മുനമ്പം ജനതയ്ക്ക് ക്രിസ്തുവുണ്ട്, ക്രിസ്തുമസുമുണ്ട്. പക്ഷേ ഇത്തവണ സംഘടൽ ക്രിസ്തുമസ്. ഇതിനൊപ്പമുള്ള വീഡിയോ മുനമ്പം ജനതയുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ കാഴ്ചയാണ്. നാളെ ക്രിസ്മസ്. വിമോചകനായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി സ്മരണയ്ക്കായി ഞാനും ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ എന്റെ ദേവാലയം അത്ര വർണ്ണശബളമല്ല. ഇത്തവണ എന്റെ ദേവാലയത്തിൽ പുൽക്കൂട് മത്സരവും മറ്റു മേളങ്ങളും ഒന്നുമില്ല. മുനമ്പംകാരനായ സിജി ജിൻസൺ കുറിക്കുന്നു. സിജി ഇങ്ങനെ തുടരുന്നു: എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ മുനമ്പം സമരത്തിൽ നിന്റെ ഭൂമി പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഈ സമരത്തിൽ തൊണ്ട പൊട്ടുന്ന മുദ്രാവാക്യവുമായി മുന്നിൽ നിൽക്കുന്നത് എന്ന്. അതിനുള്ള ഉത്തരം ഇതാണ്: എല്ലാവരും അവരവരുടെ കിടപ്പാടത്തിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ എന്റെ അൾത്താരയ്ക്കും എന്റെ അപ്പനും എന്റെ പ്രിയപ്പെട്ടവരും ഉറങ്ങുന്ന മണ്ണിനും വേണ്ടിയാണ് എന്റെ ഈ സമരം. ഓർമ്മ വച്ച കാലം മുതൽ ഈ പള്ളിമുറ്റത്താണ് ചങ്ങാതി ഈശോയുടെ സ്നേഹവും കരുതലും ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടിയും എന്റെ ഹൃദയസ്പന്ദനമായ ഈ ദേവാലയം വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല. ആരോ പറയുന്നത് കേട്ടു, മുനമ്പം ജനതയ്ക്ക് ഈ വർഷം ക്രിസ്മസ് ഇല്ല എന്ന്. അത് തെറ്റ്. മുനമ്പം ജനതയ്ക്ക് ക്രിസ്തുവുണ്ട്, ക്രിസ്തുമസും ഉണ്ട്. മുനമ്പം ജനത ഈ വർഷം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അലങ്കാരങ്ങൾ കുറവായിരിക്കും. ഒത്തിരി ആഘോഷത്തോടെ കൊണ്ടാടുന്ന തിരുസുതന്റെ പിറവിയിൽ കുടുംബത്തിലെ എല്ലാവരും ഒന്നു ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ രീതി ഇപ്രാവശ്യം ഉണ്ടാകില്ല. ഭരണകൂടങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് അന്നം ഇല്ലാതാക്കിയിരിക്കുകയാണ്. പക്ഷെ ഈ സുദിനത്തിൽ ഞങ്ങൾ മുനമ്പം ജനത ദേവാലയമുറ്റത്ത് നിരാഹാരത്തിലേക്ക് മാറും. ആഘോഷത്തോടെ കൊണ്ടാടേണ്ട ഒരു ദിനം ഞങ്ങളെയെല്ലാം നിരാഹാരത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിലെ കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ വോട്ട് ബാങ്കിനു വേണ്ടി പാവപ്പെട്ടവന്റെ കുടിലുകൾ പോലും ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ തീരെഴുതി കൊടുത്ത കരിനിയമമാണ്. മുനമ്പം ജനതയോടൊപ്പം ക്രിസ്തുമസിൽ ഞങ്ങളുടെ ഇടവക വൈദികരും ഞങ്ങൾക്ക് വേണ്ടി സ്വരമാകുന്ന ഞങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന മറ്റു വൈദികരും സന്യസ്തരും മറ്റ് ഇടവക സമൂഹവും ഹൈന്ദവ സഹോദരങ്ങളും നിരാഹാരമിരിക്കുമ്പോൾ ഞങ്ങളൊന്നും ഒറ്റയ്ക്കല്ല എന്നതിന്റെ വലിയ അടയാളങ്ങളാണ് അത്. വർഗീയ ധ്രുവീകരണത്തിന്റെ പേര് പറഞ്ഞ് മുനമ്പം ജനതയെ ആക്ഷേപിച്ച രാഷ്ട്രീയ കോമാളികൾക്ക് ഉള്ള മറുപടി കൂടിയാണ് സംഘടൽ ക്രിസ്മസ്. മുനമ്പം ജനതയുടെ സംഘടൽ ക്രിസ്മസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവൻ തിരുസുതന്റെ പിറവി ആഘോഷിക്കുമ്പോൾ ഇവിടെ കടലിന്റെ മക്കളും ആഘോഷിക്കുന്നു വിമോചകനായ ക്രിസ്തുവിന്റെ പിറവി. മുനമ്പം ജനതയുടെ വിമോചകനെ ഞങ്ങൾ ആഘോഷിക്കുന്നു. ഭാരതത്തെ വഖഫ് ആക്ട് എന്ന നീരാളിയിൽ നിന്നും മോചിപ്പിക്കാൻ എന്റെ വിമോചകൻ വൈകാതെ പിറക്കും. ഒരിക്കൽ കൂടി പറയുന്നു, മുനമ്പം ജനതയ്ക്ക് ക്രിസ്തുവുണ്ട്, ക്രിസ്തുമസുമുണ്ട്. സംഘടൽ ക്രിസ്തുമസ്. ഏവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്ന് സിജി ജിൻസൺ പൂർത്തിയാക്കുന്നു.